ഒരു സെൽഫ് ടോക്കിന് അനീഷിന് നേരത്തെ കൊടുത്തതുപോലത്തെ ഒരു ടാസ്കിലേക്ക് അക്ബർ കൂടി ഇൻവൈറ്റ് ചെയ്യപ്പെടുകയാണ്. അക്ബർ ആ ടാസ്ക് ആദ്യം തന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നാൽ പോലും അതിമനോഹരമായിട്ട് അക്ബർ ആ ടാസ്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്ബർ എണ്ണി എണ്ണി പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ അനീഷിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ഫാർ 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 ബെറ്റർ ആയിട്ട് അക്ബർ അത് പറയുന്നുണ്ട്. പക്ഷെ ഇതേ സമയം ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. അതിലേക്ക് അക്ബറിന്റെ ഈ സംഭാഷണം എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്താണ് ലൈവിൽ അക്ബർ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു യൂഷ്വൽ ടാസ്ക് ആണ്. ഈ ഒരു അവസാന വേദിയിൽ അവർക്ക് അവരോട് തന്നെ എല്ലാം ഒന്ന് ഓർത്ത് അവരോട് തന്നെ ഒന്ന് സംസാരിച്ച് ആശംസകളൊക്കെ പറയാനുള്ള ഒരു നല്ലൊരു ടാസ്ക് ആണ്. അക്ബർ അവിടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും നല്ല ഒരു പിന്നണി ഗായകനായിട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഗായകൻ എന്ന് പറയുന്ന ലെവലിൽ അത്രയും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ആ ഒരു വ്യക്തി ഇവിടെ വന്ന് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് തനിക്കുണ്ട്. പക്ഷെ മറ്റുള്ളവരാൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ താൻ ഇതുവരെ നിന്നു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കുറേയധികം ഒറ്റപ്പെടലുകൾ, അങ്ങേയറ്റം മോശമായ വാക്കുകൾ, അതിൽ ഈ പറയുന്ന അനുമോളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബസ്സിലെ പ്രയോഗമുണ്ടല്ലോ, അത് കേൾക്കേണ്ടി വന്നു. കുളിക്കാത്തവൻ, നനയ്ക്കാത്തവൻ എന്നുവരെയുള്ള വൃത്തികെട്ട വാക്കുകൾ ഞാൻ കേൾക്കേണ്ടി വന്നു. അനുമോളെ പോലെയുള്ള മത്സരാർത്ഥികളുടെ അടുത്ത് നിന്ന് ഞാൻ ഇത്രയും കേൾക്കേണ്ടിയും അനുഭവിക്കേണ്ടിയും വന്നു. അപ്പോൾ അനുമോളെ മാത്രം കുറേ അധികം കാര്യങ്ങൾ അവിടെ അക്ബർ പറയുന്നുണ്ട്, അനുമോളെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ദെൻ ഷാനവാസും ആദിലയും നൂറയും കൂടെ ചേർന്നിട്ട് ഈ അനുമോളുമായിട്ട് കൂട്ടുചേർന്നിട്ട് തനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തു. ഈവൻ ലാലേട്ടൻ വരെ അത് ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ എന്ന് താൻ എടുത്തു പറയുന്നുണ്ട്. അതായത് മീൻസ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ താൻ ഗെയിമിന്റെ ആ ഒരു ആവേശത്തിൽ നിന്നു ഇതുവരെയുള്ള സീസണുകളിൽ ഇത്രയും വലിയൊരു പ്ലേബാക്ക് സിംഗർ ഈ ഒരു ഫസ്റ്റ് ലെവലിലേക്ക് എത്താൻ തനിക്ക് തന്നെയാണ് അർഹത എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നടന്നിട്ടുള്ളതും അത് മാത്രമല്ല പുറത്ത് PR തന്റെ കുടുംബത്തെ വരെ തന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് പുറത്തവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന ആദില പറഞ്ഞു കൊടുത്ത ആരോപണങ്ങൾ വരെ ഏറ്റുപറഞ്ഞ് അനുമോൾക്കെതിരെ തന്നെയാണ് ശരിക്കും പറഞ്ഞ അക്ബറിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്. അതായത് അക്ബറിനോട് പറയാണ്, ഇത്രയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും താൻ പിടിച്ചു നിന്നു എന്ന രീതിയിൽ കുറെ അധികം കാര്യങ്ങൾ അക്ബറിനോട് പറയുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അക്ബറിനോട് പറഞ്ഞ ഈ ഒരു ആശംസ പറയുമ്പോൾ നമ്മൾ ഈ ഓഡ് ഫോർ അക്ബർ എന്ന അക്ബർ ചോദിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കാണാറില്ലേ സ്ഥാനാർത്ഥികൾ വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കുന്നത്, അതുപോലൊരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈ ഒരു ടാസ്കിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ ഒരു ടാസ്ക് അനീഷ് ചെയ്തൊരു രീതി എന്ന് പറഞ്ഞത് ഒരാളുടെ പേര് പോലും പറയാതെ വളരെ മിതത്വമായിട്ട് താൻ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, താൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ബിഗ് ബോസിന് നന്ദി, ലാലേട്ടന് നന്ദി, അവിടെയുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞു. പക്ഷെ അക്ബർ ആ ഒരു അവസരം യൂസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ആ ഒരു വ്യക്തിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബിഗ് ബോസിൽ വന്ന് താൻ ഇത്രയും അനുഭവിച്ചു, തന്നെ ഇത്രയും ഉപദ്രവിച്ചു, തന്നെ ഇത്രയും പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, അത് അനുമോളാണ്, നിങ്ങളത് ശ്രദ്ധിക്കൂ എന്ന് പ്രേക്ഷകരോട് പറയുന്ന ഒരു അവസരം കിട്ടിയതുപോലെയാണ് അക്ബർ ആ ഒരു അവസരത്തെ മുതലാക്കിയതെന്ന് എനിക്ക് തോന്നി. പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം തെറ്റ് ശരി എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അക്ബർ എന്ന് പറയുന്ന ഒരു ഗെയിമർ, ആ ഒരു ഗെയിമറിനെ അവിടെ തുറന്നു കാണിക്കുന്ന ഒരു ലെവലിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ട് ഭയങ്കര ആവേശത്തോടെ ആ ഒരു സ്പിരിറ്റ് കിട്ടിയതുപോലെ തന്നെ അക്ബർ അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആദില പൊട്ടിച്ചൊരു ബോംബിന്റെ ഇഫക്റ്റ് പുറത്ത് ഇപ്പൊ അനുഭവിക്കാൻ പോവുകയാണ്. അതും ഈ പറയുന്ന അക്ബറിന്റെ ഈ ഒരു വോട്ടഭ്യർത്ഥന എന്ന് പറയാൻ അതല്ലായിരുന്നു ടാസ്ക്. പക്ഷേ അക്ബർ പറഞ്ഞ കാര്യങ്ങൾ ഡയറക്ട്ലി കിട്ടാൻ പോകുന്നത് ഒരു അക്ബറിന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വീശാനും ഇതൊരു വോട്ട് മറിയാനുള്ള ഒരു ദിവസമായിട്ട് അവസാന നിമിഷം മാറാനുമുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഏതായാലും ഇന്നും മാത്രമായിരിക്കത്തില്ല, നാളെയും കൂടെ, അതായത് ശനിയാഴ്ചയും വോട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ വോട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ എവിക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ടോപ്പ് 5 ഒരാൾ വരുമല്ലോ, പകരം ഇപ്പോൾ 6 പേരുണ്ടല്ലോ, അതിൽ ഒരാൾ കൂടി മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്.
അത് കഴിഞ്ഞ് ഒരു വോട്ടും കൂടെ വന്നിട്ടായിരിക്കാം ഒരു ന്യൂ ആയിട്ട് അതിൽ നിന്നായിരിക്കാം ആ ഒരൊറ്റ ദിവസത്തെ വോട്ട് അനുസരിച്ചായിരിക്കാം ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും നിർണ്ണയിക്കുന്നത്, അറിയില്ല. ഏതായാലും അക്ബർ പറഞ്ഞ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ശക്തമായിരുന്നു. അക്ബറിനെ തന്നെ ഒന്ന് ഈ ഒരു ഇത്രയും ദിവസത്തെ ബിഗ് ബോസിൽ നിന്ന ഈ ഒരു യാത്ര, അതിൽ അനുമോൾ എത്ര ഉപദ്രവിച്ചു എന്ന് എണ്ണി പറയാൻ കിട്ടിയ അവസരമായിട്ട് അക്ബർ അത് ഉപയോഗിച്ചു. അത് അനുമോളെ മാത്രമല്ല, ഷാനവാസും നൂറയും ഒക്കെ അതിനകത്ത്. ഇപ്പം നൂറയും ഷാനവാസും അനുമോളും ഒക്കെ തന്നെ കോമ്പറ്റീറ്ററാണ്. അപ്പൊ അവർക്ക് വോട്ട് കൊടുക്കാതെ തനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരവും കൂടി അതിനകത്തുണ്ട്. ഞാൻ എഗെയിൻ പറയുന്നു, അതിൽ എത്ര ശരിയുണ്ട് തെറ്റുണ്ടെന്നുള്ളതല്ല, ആ ഒരു ടാസ്കിനെ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അക്ബർ നന്നായിട്ട് വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈവിൽ അക്ബറിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.